നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ തത്വമയി ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ രാഹുൽ ഗാന്ധിക്ക് ഭീഷണിയുണ്ട് എന്ന ഒരു അഭിപ്രായമാണ് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത 3 മാധ്യമ പ്രവർത്തകരും പങ്കുവച്ചത്. കാരണം ഇതൊരു ഡീപ് സ്റ്റേറ്റിൻ്റെ കളിയാണ്. അതുപോലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ രാഹുൽ ഗാന്ധി കാരണം പൊറുതിമുട്ടിയവരുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയെ തകർത്ത ഇയാൾ അടങ്ങൂ എന്ന് തീരുമാനം എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പല മുതിർന്ന നേതാക്കൾക്കും അഭിപ്രായമുണ്ട്. അപ്പോൾ പിന്നെ ഇയാളെ അങ്ങ് തീർത്ത് കളയാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന തരത്തിൽ ഒരു അഭിപ്രായം ആ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. ഞങ്ങളുടെ ചർച്ച രാഹുൽ ഗാന്ധി കണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസമാണ് ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പരാതി നൽകിയത്. ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകനാണ് പരാതി നൽകിയത് എന്നാണ് പറയപ്പെടുന്നത്. പുതിയ ഒരു അടുത്ത നാടകവും അടുത്ത സെറ്റപ്പുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഒരു ഇരവാദം ഉന്നയിക്കുക, അതായത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയുണ്ട്, ഒരു വേള BJP-കാരായിരിക്കും, അല്ലെങ്കിൽ RSS-കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും തന്നെ കൊല്ലുന്നത്, അല്ലെ കൊല്ലാൻ ശ്രമിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയ ഗാന്ധി, അല്ലെങ്കിൽ അന്റോണിയോ മൈനോ, ഈ സ്ത്രീ 80 വോട്ട് ചെയ്തു, 83-ലാണ് ഇവർക്ക് പൗരത്വം കിട്ടിയത്. അതിനെ ന്യായീകരിച്ചൊക്കെ ചിലർ വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ജനതാ പാർട്ടി സർക്കാരായിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചുമ്മാ പൗരത്വം കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുകയായിരുന്നു തുടങ്ങിയ ക്യാപ്സ്യൂളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതോടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും ഇദ്ദേഹത്തെ കൊല്ലാൻ പോകുന്നത് ആരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ആരുടെ വധഭീഷണിയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും അത് ആ ഒരു വിഷയമൊക്കെ തന്നെ ഒന്ന് തണുപ്പിച്ചു. അതായത് തൻ്റെ അഭിഭാഷകൻ തൻ്റെ സമ്മതമില്ലാതെ നൽകിയ പരാതിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ജീവന് ഭീഷണിയുണ്ട് എന്ന ഹർജി അഭിഭാഷകൻ രാഹുൽ ഗാന്ധിയുടെ സമ്മതമില്ലാതെ നൽകിയത് എന്നാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനാഥെ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെപ്പോലൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനുണ്ട്. അഭിഭാഷകൻ ഒപ്പിട്ട് നൽകാതെ, അല്ലെങ്കിൽ ഇയാൾ ഒപ്പിട്ട് നൽകാതെ എങ്ങനെയാണ് അഭിഭാഷകൻ ഹർജി നൽകുന്നത്? രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഹർജി നൽകിയത്, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനാണ് ഹർജി നൽകിയത് എങ്കിൽ പോട്ടെ. അഭിഭാഷകൻ ഹർജി നൽകണമെങ്കിൽ അത് ആ ക്ലയൻറ്റിൻ്റെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അനുമതിയില്ലാതെ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം അങ്ങനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം. ഒരു അഭിഭാഷകനെ വെച്ച് ഹർജി നൽകണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവനവൻ പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ ഒരു നാടകം കളിക്കുകയാണ്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ചീറ്റിപ്പോകും എന്ന് മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ ഒരു ഡയലോഗുമായിട്ട് ഈ സുപ്രിയ ശ്രീനാഥെ വിട്ടതായിരിക്കും എന്ന് പലരും പറയുന്നു. രാവിലെ സംഘികൾ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞ് കോടതിയിൽ പരാതി കൊടുക്കുക. വൈകുന്നേരമായപ്പോൾ ബോധം വന്നു, Z+ സെക്യൂരിറ്റി ഉള്ളവൻ ഇങ്ങനെ ഒരു പരാതിയുമായി കോടതിയിൽ ചെന്നാൽ കോടതി എടുത്തുടുക്കും എന്ന് മനസ്സിലായി. കൂടാതെ ഒരു പേടിച്ചുതോറൻ ആണ് എന്നും ജനം മനസ്സിലാക്കുകയും ചെയ്തു. വൈകുന്നേരമായപ്പോഴേക്കും അത് വക്കീലിൻ്റെ തലയിൽ വെച്ച് ഊരുകയായിരുന്നു എന്നാണ്. Z+ സെക്യൂരിറ്റിയുള്ള ഒരുത്തൻ തീർച്ചയായിട്ടും അങ്ങനെ പരാതി കൊടുക്കേണ്ട കാര്യം പോലുമില്ല. കാരണം അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ്, അതിശക്തമാണ്. Z+ സെക്യൂരിറ്റി നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനത്തിന് കീഴിൽ നിൽക്കുന്ന ഒരുത്തൻ സംഘികൾ തന്നെ കൊല്ലും, അല്ലെങ്കിൽ തനിക്ക് വധഭീഷണിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വൃത്തികെട്ട നാടകം കളിക്കുന്നത്, സ്വയം അപഹാസ്യനാകുന്നത് വലിയ കഷ്ടമാണ്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു വ്യക്തി, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യവും അദ്ദേഹം ജനിച്ച കുടുംബവും കോൺഗ്രസിൻ്റെ പാരമ്പര്യവും ഒക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളാരും അത് മോശമാണെന്ന് ഒന്നും പറയാറില്ല. കോൺഗ്രസിൻ്റെ നിലപാടുകളും ഇന്നത്തെ അവസ്ഥയും അതുപോലെ തന്നെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളോടും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും പാർട്ടി എന്നുള്ള സംവിധാനത്തെയും രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയെയും ഒന്നും നമുക്ക് അവരോട് വിരോധമൊന്നുമില്ല. പക്ഷേ ആ വ്യക്തി ഇങ്ങനെ സ്വയം അപഹാസ്യനാവുകയാണ്, സ്വയം പരിഹസിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് പാത്രമാവുകയാണ് എന്നത് വലിയ സങ്കടകരമായ അവസ്ഥയാണ്. അപ്പം പപ്പുവിൻ്റെ അടുത്ത നാടകവും പൊളിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് അടുത്ത നാടകം എന്നറിയില്ല. ഇനിയിപ്പോൾ ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്യുമോ എന്നറിയില്ല, അല്ലെങ്കിൽ എന്നെ സംഘികൾ കൊന്നു, അല്ലെങ്കിൽ സംഘപ്രവർത്തകർ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും സ്റ്റിക്കർ മുട്ടിച്ച് ആശുപത്രിയിൽ പോയി കിടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്, സ്വയം വിഡ്ഢിയാവരുത് എന്നേ പ്രിയപ്പെട്ട രാഹുൽജിയോട് പറയാനുള്ളൂ. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച
അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.